നമസ്തേ. 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമായിട്ടുള്ള ദീപകത്തിലെ 4ാമത്തെ പാഠമാണ് അഹം പ്രാതഃ ഉത്തിഷ്ഠാമി. ഈ ഒരു പാഠത്തിലൂടെ രാവിലെ എണീറ്റത് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും, അതായത് ദിനചര്യ, ഡെയിലി റുട്ടീനും അതെങ്ങനെ സംസ്കൃതത്തിൽ എങ്ങനെ പറയാം എന്നുള്ളതും, അതുപോലെ സമയം എങ്ങനെ സംസ്കൃതത്തിൽ നമ്മൾ വായിക്കാം, അത് പറയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ചതുർത്ഥഃ പാഠഃ അഹം പ്രാതഃ ഉത്തിഷ്ഠാമി. നമോ നമഃ, നമസ്കാരം. മമ നാമ സന്ദീപഃ, എൻ്റെ പേര് സന്ദീപ്. അഹം മമ ദിനചര്യാം വദാമി, ഞാൻ എൻ്റെ ദിനചര്യ പറയാം. നമോ നമഃ, നമസ്കാരം. മമ നാമ ഖുഷി, എൻ്റെ പേര് ഖുഷി എന്നാണ്. അഹം അപി മമ ദിനചര്യാം വദാമി, ഞാനും എൻ്റെ ദിനചര്യ പറയാം. നമോ നമഃ, അടുത്ത ഒരാളാണ്. മമ നാമ ഖുഷി, എൻ്റെ പേര് ഖുഷി എന്നാണ്. അഹം അപി മമ ദിനചര്യാം വദാമി, ഞാനും എൻ്റെ ഡെയിലി റൂട്ടീൻ പറയാം. അപ്പോൾ ഖുഷി പറയാണ്, അഹം പ്രതിദിനം പ്രാതഃ പഞ്ചവാദനെ ഉത്തിഷ്ഠാമി, രാവിലെ ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കുന്നു. പ്രഥമം ഭൂമേഹേ വന്ദനം കരോമി, ആദ്യം ഞാൻ ഭൂമിയെ നമസ്കരിക്കുന്നു. മാതാപിതരൗ ച നമാമി, അമ്മയെയും അച്ഛനെയും നമസ്കാരം പറയുന്നു. തതഃ ഉഷപ്പാനം കരോമി, ഇളം ചൂടുവെള്ളം കുടിക്കുന്നു. എത്ര കവോഷ്ണം ജലം പിബാമി, എത്രത്തോളം ചൂട് പറ്റുന്നു അത്രത്തോളം ഉഷ്ണജലം ഞാൻ കുടിക്കുന്നു. അഹം സപാദ പഞ്ചവാദനെ, 5:15 ശൗചം കരോമി, ഞാൻ ഫ്രഷ് ആവുന്നു. തദനന്തരം മുഖപ്രക്ഷാളനം ദന്തധാവനം ച കരോമി, അതിനുശേഷം മുഖം കഴുകുന്നു, പല്ല് തേക്കുന്നു. അഹം സാർദ്ധ പഞ്ചവാദനെ സൂര്യ നമസ്കാരം യോഗാസനം ച കരോമി, ഞാന് 5:30, സാർദ്ധ പഞ്ചവാദം എന്ന് വെച്ചാൽ 5:30 സൂര്യ നമസ്കാരം, യോഗാസനം മുതലായവ ചെയ്യുന്നു. അഹം ഷഡ്വാദനെ സ്വാധ്യായം കരോമി, 6 മണിക്ക് ഞാൻ പഠിക്കുന്നു, സെൽഫ് സ്റ്റഡി ചെയ്യുന്നു. അഹം സാർദ്ധ ഷഡ്വാദനെ മമ പരിസരം സ്വച്ഛം കരോമി, ഞാൻ 6:30 എൻ്റെ പരിസരം, എൻ്റെ റൂമും എൻ്റെ ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുന്നു. തതഃ പാദോന സപ്തവാദനെ സ്നാനം കരോമി, അതിനുശേഷം 6:45 സ്നാനം കരോമി, കുളിക്കുന്നു. പാദോന സപ്തവാദന എന്ന് പറഞ്ഞാൽ 6:45. അഹം സപ്തവാദനെ പ്രാർത്ഥനാം കരോമി, 7 മണിക്ക് പ്രാർത്ഥന ചെയ്യുന്നു. ഗീതാ പാഠം ച കരോമി, ഗീത ചൊല്ലുന്നു. തദനന്തരം മാതുഹു പിതുഹു ച ചരണവന്ദനം കരോമി, അമ്മയുടെയും അച്ഛന്റെയും കാലുകൾ തൊട്ട് വന്ദിക്കുന്നു. അഹം സാർദ്ധ സപ്തവാദനെ പ്രാതരാശം കരോമി, ഞാന് 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പ്രാതരാശം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. തതഃ പശ്ചാത് അഷ്ടവാദനെ വിദ്യാലയം ഗച്ഛാമി, അതിനുശേഷം 8 മണിക്ക് വിദ്യാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ രാവിലെ എണീറ്റത് മുതൽ 8 മണിക്ക് സ്കൂളിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദിനചര്യയായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജിൽ നമുക്ക് നോക്കാം. സംഖ്യ, സംസ്കൃതത്തിലെ സംഖ്യ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ ദ്വാദശ. ഇദാനീം കഹ സമയഃ, ഇപ്പോൾ എത്ര മണിയാണ്? ഇവിടെ സമയം എങ്ങനെ നമുക്ക് നോക്കാം, നോക്കിയിട്ട് എങ്ങനെ സംസ്കൃതത്തിൽ പറയാമെന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. പഞ്ചവാദനം, 5 o'clock എന്ന് പറഞ്ഞാൽ പഞ്ചവാദനം. 6 o'clock ഷഡ്വാദനം, 7 o'clock സപ്തവാദനം, 8 o'clock അഷ്ടവാദനം. അടുത്തത് സപാദ പഞ്ചവാദനം, അതായത് പാദം എന്ന് പറഞ്ഞാൽ കാല്, അതായത് 15 minutes. 15 minutes പ്ലസ് എന്താണ് 5 മണി, അതായത് 5 മണി കഴിഞ്ഞ് 15 minutes, അതാണ് സപാദ പഞ്ചവാദനം എന്ന് പറയുന്നത്. ഇനി 6:15 സപാദ ഷഡ്വാദനം, 7:15 സപാദ സപ്തവാദനം, 8:15 സപാദ അഷ്ടവാദനം. അടുത്തത് സാർദ്ധ, സാർദ്ധ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, പകുതി എന്നാണ് അർത്ഥം. അപ്പോ സാർദ്ധ പഞ്ചവാദം എന്ന് പറയുമ്പോൾ 5:30, സാർദ്ധ ഷഡ്വാദനം 6:30, സാർദ്ധ സപ്തവാദനം 7:30, സാർദ്ധ അഷ്ടവാദനം 8:30. അടുത്ത് നോക്കാം, മുക്കാലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാദോന ഷഡ്വാദനം, പാദോന എന്ന് പറയുമ്പോൾ ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കാലാണ്, 15 minutes ആണ്. ഊന എന്ന് വെച്ചാൽ ലെസ്, അതായത് 15 minutes ലെസ് ഫ്രം ഏതിൽ നിന്നാണ്? ഷഡ്വാദനം. 6-ന്ന് 15 minutes കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5:45 കിട്ടും. അതാണ് സംസ്കൃതത്തിൽ ഇവിടെ പാദോന ഷഡ്വാദനം എന്ന് പറയുന്നത്. അപ്പൊ മുക്കാലിന് സംസ്കൃതത്തില് പാദോന, ഏതെന്ന്
നെക്സ്റ്റ് ആ ഒരു അവർ ക്ലോക്ക് ഏതിലൊക്കെയാണ് വരുന്നത്? ഇപ്പൊ 6 ആണെങ്കിൽ 6ന്ന് -15 കുറച്ച് കഴിഞ്ഞാൽ 5:45 അങ്ങനെയാണ് ഇവിടെ നമ്മൾ പറയുക. അപ്പോ 5:45 എന്ന് പറയുമ്പോൾ പാദോന പഞ്ചവാദനം അല്ല, പാദോന ഷഡ്വാദനം. അതേപോലെ നെക്സ്റ്റ് നോക്കൂ, പാദോന സപ്തവാദനാണ്. അതായത് 6:45 അപ്പൊ സംസ്കൃതത്തില് പാദോന ഷഡ്വാദനം അല്ല, പാദോന സപ്തവാദനം. ഇനി 7:45 7:45 കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8 മണിയായി. അപ്പോ 8 ന്നാണ് 15 മിനിറ്റ് കുറയ്ക്കേണ്ടത്. അതാണ് ഇവിടെ പാദോന അഷ്ടവാദനം എന്ന് കുറച്ച് പറഞ്ഞേക്കണേ. പാദോന അഷ്ടവാദനം എന്ന് പറഞ്ഞേക്കണേ. പാദോന നവവാദനം, അതായത് 8:45 പാദോന 15 മിനിറ്റ് 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8:45 കിട്ടി. അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ പാദോന നവവാദനം. അപ്പോ 5 മണി പഞ്ചവാദനം, 5:15 സപാദ പഞ്ചവാദനം, 5:30 സാർദ്ധ പഞ്ചവാദനം, 5:45 പാദോന ഷഡ്വാദനം. അവിടെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പാദോന പഞ്ചവാദനം എന്ന് പറഞ്ഞാൽ 4:45 അപ്പോ 5:45 എന്ന് പറയുമ്പോൾ പാദോന ഷഡ്വാദനം. അടുത്തതായി പാഠത്തിലെ അഭ്യാസങ്ങൾ നമുക്ക് നോക്കാം. വയം അഭ്യാസം കുർമഹ. ഫസ്റ്റ് വൺ, പട്ടികാതഃ ശിഷ്ടാചാരസ്യ പദാനി ചിത്വാ ലിഖന്തു. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളിൽ നിന്ന് ശിഷ്ടാചാരയുക്തമായിട്ടുള്ള പദങ്ങൾ, ശിഷ്ടാചാരം എന്ന് പറയുമ്പോൾ മാനേഴ്സ്, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ഡെക്കോറം കീപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ശിഷ്ടാചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പദങ്ങൾ എടുത്ത് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ബ്ലാങ്കിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഓരോ വാക്കുകൾ നമുക്ക് നോക്കാം. കലഹ, കലഹം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദേഷ്യപ്പെടുക, അത് നമുക്ക് ശിഷ്ടാചാരമല്ല, അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഗുരുവന്ദനം, ഗുരുക്കന്മാരെ വന്ദിക്കുക, അപ്പൊ നമുക്കത് വേണ്ടതാണ്, ഞാൻ ടിക്ക് ചെയ്യുന്നുണ്ട്. വൃദ്ധസേവ, വൃദ്ധന്മാരെ സേവിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അത് ശിഷ്ടാചാരമാണ്, നല്ല കാര്യമാണ്. അതിഥി സത്കാരഹ, അതും നല്ല കാര്യമാണ്. അഹങ്കാരഹ, നമുക്ക് നല്ലതല്ല, അപ്പൊ അത് ആവശ്യമില്ല. മാതൃപ്രേമ, അമ്മയെ പ്രേമിക്കുക, അമ്മയെ ലവ് ചെയ്യുക. പിതൃഭക്തി, അച്ഛനോടുള്ള ഭക്തി നല്ലതാണ്. ജ്യേഷ്ഠേഷു ആദരഹ, ജ്യേഷ്ഠന്മാരെ ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക. കനിഷ്ഠേഷു പ്രീതിഹി, അനിയന്മാരെ അല്ലെങ്കിൽ അനിയത്തിമാരെ നമ്മൾ സ്നേഹിക്കുക. പരസ്പര ദ്വേഷ, പരസ്പരം ദേഷ്യപ്പെടുക, നല്ല കാര്യങ്ങളല്ല. ബന്ധുഷു പ്രീതിഹി, ബന്ധുക്കളെ സന്തോഷിപ്പിക്കുക, അത് നല്ലതാണ്. അത് ഒറ്റ വാക്കായിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്, പക്ഷെ അങ്ങനെയല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷെ രണ്ടും ഒറ്റ വാക്കാണ്. ബന്ധുഷു പ്രീതിഹി എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അസൂയ, അത് ഒരിക്കലും നല്ലതല്ല. സ്വാഭിമാനം, അത് അഭിമാനം എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ്, നമുക്കത് കൊടുക്കാം. പരോപകാരഹ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, നല്ലതാണ്. പ്രാണിഷു ദയ, മറ്റുള്ള ജീവജാലങ്ങളെ അവരിൽ ദയ കാണിക്കുക, നല്ലതാണ്. പ്രിയവചനം, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, അത്യാവശ്യം വേണ്ടതാണ്. ഹിംസ, കൊല്ലുക, നമുക്ക് ആവശ്യമില്ല. സത്യകഥനം, സത്യം മാത്രം പറയുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ടതാണ്. സത്പാത്രദാനം, ദാനം ചെയ്യുമ്പോൾ ആ പാത്രം അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതും അത്യാവശ്യം വേണ്ടതാണ്. സർവേഷു മൈത്രി ഭാവ, എല്ലാവരിലും ഫ്രണ്ട്ഷിപ്പോടുകൂടി ബിഹേവ് ചെയ്യുക, അത് വേണ്ടതാണ്. അഹിംസ, കൊല്ലാതിരിക്കുക, ഹിംസയുടെ ഓപ്പോസിറ്റ് ആണ് അഹിംസ, അതും അത്യാവശ്യമാണ്, നമുക്ക് വേണ്ടതാണ്. സമയപാലനം, ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്വച്ഛത, ക്ലീൻലിനെസ് വേണ്ടതാണ്. പ്രകൃതി രക്ഷണം, അതും ആവശ്യമുള്ളതാണ്. ഭ്രാതൃഷു ഭഗിനീഷു ച സ്നേഹ, ചേട്ടന്മാരെയും അനീതിമാരെയും എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ ടിക്ക് ചെയ്ത പദങ്ങളാണ് ശിഷ്ടാചാര പദങ്ങൾ, അത് നമ്മുടെ ഈ ബ്ലാങ്ക്സിൽ എടുത്തെഴുതുക. രണ്ടാമത്തെ, ഉദാഹരണാനുഗുണം സമയം സംഖ്യാഭിഹി ലിഖന്തു. ഉദാഹരണം അനുസരിച്ച് സമയം സംഖ്യയിൽ എഴുതാനാണ്. ഓൾറെഡി ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പാദോന സപ്തവാദനം, അടുത്തത് സാർദ്ധ ദശവാദനം, ദശവാദനം 10 മണി. സപാദ ഷഡ്വാദനം എന്ന് പറയുമ്പോൾ 6:15, സാർദ്ധ ചതുർവാദനം എന്ന് പറയുമ്പോൾ 4:30, പാദോന ഏകാദശവാദനം എന്ന് പറയുമ്പോൾ 10:45. മൂന്നാമത്തെ, ഉദാഹരണാനുഗുണം സമയം അക്ഷരൈഹി ലിഖന്തു. സമയം അക്ഷരമായിട്ട് എഴുതാനാണ്. ഇത് ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ഷഡ്വാദനം 6 മണി, സാർദ്ധ പഞ്ചവാദനം 5:30, പാദോന ദശവാദനം എന്ന് പറയുന്നത് 9:45. ഇവിടെ ദ്വാദശവാദനം 12 മണി, പാദോന സപ്തവാദനം എന്ന് പറയുമ്പോൾ 6:45, സാർദ്ധ ഏകാദശവാദനം എന്ന് പറയുമ്പോൾ 11:30. അടുത്ത ചോദ്യം, ഉദാഹരണാനുഗുണം പ്രശ്ന നിർമ്മാണം കുറുവന്തു. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് ഒരു അഭ്യാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സഹ സാർദ്ധ സപ്തവാദന അധ്യയനം കരോതി, അവൻ 7:30 പഠിക്കുന്നു. അപ്പൊ ഇവിടെ സഹ
കഥാ അധ്യയനം കരോതിയാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഈ സാർദ്ധ സപ്തവാദനം എന്നുള്ള സമയത്തിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യണം? കഥ, വെൻ, എപ്പോൾ എന്നുള്ള പദം ആഡ് ചെയ്യുക. അതായത് എല്ലാതും ഈ സമയം കൊടുത്തുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം കഥ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്, കഥ എന്ന് പറഞ്ഞാൽ വെൻ എന്നാണ്, എപ്പോഴെന്നാണ് ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ആഡ് ചെയ്യണം. സാ സപാദ നവവാദിന് വിദ്യാലയം ഗച്ഛതി. അപ്പോ സാ കഥാ വിദ്യാലയം ഗച്ഛതി. സതീശഃ സാർദ്ധ ദ്വാദശവാദനെ ഭോജനം കരോതി. സാർദ്ധ ദ്വാദശവാദനം എന്നുള്ള അവിടെ കഥാ ഭോജനം കരോതി, എപ്പോ കഴിക്കുന്നു? യാനം പഞ്ചവാദനെ ആഗച്ഛതി. വണ്ടി 5 മണിക്ക് വരുന്നു. അപ്പോ വണ്ടി എപ്പോ വരുന്നു എന്നുള്ളത് കഥാ ആഗച്ഛതി. ഗോപാലഃ ഷഡ്വാദനെ ഗോദോഹനം കരോതി. ഗോപാലൻ 6 മണിക്ക് പശുവിനെ കറക്കുന്നു. അപ്പൊ ഗോപാലഃ കഥാ ഗോദോഹനം കരോതി, എപ്പോൾ കറക്കുന്നു? മാതാ ദശവാദനെ കാര്യാലയം ഗച്ഛതി. അമ്മ 10 മണിക്ക് കാര്യാലയത്തിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ മാതാ കഥാ കാര്യാലയം ഗച്ഛതി, എപ്പോഴാണ് അമ്മ കാര്യാലയത്തിലേക്ക്, ഓഫീസിലേക്ക് പോകുന്നത്? ടൈമിന്റെ അവിടെ നമ്മൾ കഥ എന്നാണ് ആഡ് ചെയ്യേണ്ടത്, എപ്പോൾ എന്നുള്ളതിന്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വസ്യ ദിനചര്യാം സരളവാക്യേഹി ലിഖന്തു. സ്വന്തം ദിനചര്യ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്ത് എഴുതാനാണ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അഹം പ്രാതഃ ഷഡ്വാദനെ ഉത്തിഷ്ഠാമി. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. അടുത്തത്, സപാദ ഷഡ്വാദനെ ദന്തധാവനം കരോമി. 6:15 ഞാൻ പല്ല് തേക്കുന്നു. സാർദ്ധ ഷഡ്വാദനെ യോഗാസനം കരോമി. 6:30 ഞാൻ യോഗാസനം ചെയ്യുന്നു. പാദോന സപ്തവാദനെ സ്വാധ്യായം കരോമി. 6:45 ഞാൻ അധ്യയനം പഠിക്കുന്നു. സപ്തവാദനെ സ്നാനം കരോമി. 7 മണിക്ക് കുളിക്കുന്നു. സപാദ സപ്തവാദനെ പ്രാർത്ഥന കരോമി. 7:15 ഞാൻ പ്രാർത്ഥന ചെയ്യുന്നു. സാർദ്ധ സപ്തവാദനെ പ്രാതരാശം കരോമി. 7:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പാദോന അഷ്ടവാദനെ വിദ്യാലയം ഗച്ഛാമി. 7:45 ഞാൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം തൊട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചതുർവാദനെ വിദ്യാലയാൻ ആഗച്ഛാമി. 4 മണിക്ക് വിദ്യാലയത്തിൽ നിന്ന്, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. സപാദ ചതുർവാദനെ അല്പാഹാരം ചായം ച കരോമി. 4:15 ഞാൻ സ്നാക്സും അതേപോലെ ചായയും കുടിക്കുന്നു. സാർദ്ധ ചതുർവാദനെ ക്രീഡാമി. 4:30 ഞാൻ കളിക്കാൻ പോകുന്നു. സാർദ്ധ പഞ്ചവാദനെ പാഠാൻ പഠാമി. 5:30 ഞാൻ പഠിക്കുന്നു, പാഠങ്ങൾ പഠിക്കുന്നു. ഇതേപോലത്തെ ചെറിയ ചെറിയ സെന്റൻസുകൾ എഴുതി അഭ്യാസം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വാക്യേഷു ശിഷ്ടാചാര പദം യോജയന്തു. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ശിഷ്ടാചാര പദങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ഓരോ സെന്റൻസും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിളിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ എടുത്ത് എഴുതാം. എക്സാമ്പിൾ, യഥാ യുവകഃ മാതാപിത്രോഹു സേവാം കരോതി. ഈ സേവ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അമ്മയും അച്ഛനെയും സേവിക്കാം. സാ, ഫസ്റ്റ് വൺ, സാ ദുർബലാനാം ഡാഷ് കരോതി. ദുർബലന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹായം ചെയ്യണം. അതാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. സർവേഷു പ്രാണിഷു, എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് എന്തുണ്ടാവണം? ദയാഭാവഃ ഭവതു, ദയ ഉണ്ടാവണം. സർവേ ഛാത്രാഃ പാഠശാലായാഃ നിയമപാലനം കുർവന്തു. സ്കൂളിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്യണം. വയം സർവേ അതിഥീനാം ഡാഷ് കുർമഃ, എല്ലാ ഗസ്റ്റുകളെയും നമ്മൾ സൽക്കരിക്കുന്നു. പരസ്പരം ഛാത്രേഷു മൈത്രീഭാവഃ ഭവതു, പരസ്പരം കുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവട്ടെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇതിന് കഴിഞ്ഞിട്ടുള്ള യോഗ്യതാ വിസ്തരഹ എന്നുള്ളത് നമുക്ക് എക്സാമിനായിട്ട് ചോദിക്കുന്നതല്ല, ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ രീതിയിൽ കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ഈ ഒരു പാഠം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയില് 5ാമത്തെ പാഠം നമുക്ക് പഠിക്കാം. ധന്യവാദാഹ.